ഹായ് ചങ്കളെ, എല്ലാവർക്കും മെർഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോക്കനട്ട് ചമ്മന്തിയുടേതാണ്. നമ്മുടെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന റെഡ് ചമ്മന്തി ഉണ്ടല്ലോ, അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തട്ടുകടയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള റെഡ് ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ തട്ടുകട സ്റ്റൈലിലെ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക, എന്നാലേ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-2 ഇതള് കറിവേപ്പില. കറിവേപ്പില കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോകും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി രണ്ടും ഫ്രൈ പാനിലൊന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ ചമ്മന്തിക്ക് ഒരു പച്ച ടേസ്റ്റ് വരും. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർക്കുന്നത്. കാശ്മീരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാദാ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് മാത്രം വാളംപുളി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. വാളംപുളി ഓപ്ഷനിലാണ്, ചേർക്കണമെന്നില്ല. പുളിയും ഇഞ്ചിയും 1/2 ടീസ്പൂൺ കൂടുതൽ ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് കുറഞ്ഞ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോയാലും ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. തട്ടുകടയിലെ ഈ റെഡ് ചമ്മന്തി സാധാരണ ലൂസായിട്ടാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ട എങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചെടുത്തതിന് ശേഷം വറകിട്ട് അതിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചട്നി ചൂടാക്കാറില്ല. തട്ടുകടയിലെ ചമ്മന്തി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം അത് ലൂസാവാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അതിനൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കി എടുത്തില്ലെങ്കിൽ ആ ചമ്മന്തിക്ക് ഒരു പച്ച ചുവ കാണും. അതിനായി നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരമാവധി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും വേണം. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ഉണക്കമുളക് ഇതുപോലെ പീസുകളാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഈ വറയിലേക്ക് നമ്മൾ മുന്നേ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തിളച്ചുവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഓവറായിട്ട് ഹീറ്റ് ആവാനും പാടില്ല. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ.
തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇതുപോലെ ഉപകാരമുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചെന്നാൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന ചുമന്ന ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചമ്മന്തിക്ക് വേണ്ടി ഇനി ആരും തട്ടുകടയിലേക്ക് ഓടണ്ട, നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതാ കാണാൻ എന്ത് മനോഹരം നോക്കിയേ. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ്. തട്ടുകടയിലേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേരുന്നില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കി എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും ഈ ചമ്മന്തി മാത്രം മതി. അപ്പോൾ തീ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് സർവ് ചെയ്യാം. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.